ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിതിൻ വാളൂർക്കാരൻ. എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുന്നിൽ ചെയ്തിരുന്ന വീഡിയോൻ്റെ ബാക്കിയാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള NRI സുഹൃത്തുക്കളുടെ ഒമാനിലുള്ള ഒരു കൂട്ടായ്മയുടെ ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് ആ ഗെറ്റ് ടുഗദറിലെ കലാപരിപാടികളുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം. തിരക്കില്ലാത്തവരാണെങ്കിൽ കലാപരിപാടികൾ ആസ്വദിച്ച് പതുക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആഘോഷങ്ങളും ഒക്കെ വേണം. ഇതില് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? വീട്ടിൽ നമ്മൾ മക്കളോട് ചോദിക്കും, എന്ത് ചെയ്യാൻ പറ്റും മോനെ, നിനക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ അവർ തുറന്ന അഭിപ്രായം നമ്മളോട് പറയും. പൊതുസ്ഥലങ്ങളിൽ പറയാറില്ല പലരും. വീട്ടിൽ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ വീടാണ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മളുടെ മക്കളാണ്, അവർക്കുള്ള ഇമ്പ്രൂവ്മെന്റുകൾക്ക് നമുക്ക് വേണം. ഇതിനാണ് നമ്മൾ സമയം കണ്ടെത്തി നമ്മളെ കൂടിയത്. ഇന്ന് ഇപ്പൊ പലരും ചിന്തിച്ചു 9 മണിക്ക് വന്നു, എന്താണോ ഒന്നും നടന്നില്ലല്ലോ. പക്ഷേ ഈ 9 മണി എന്ന് പറഞ്ഞത് ഓരോരുത്തരായിട്ട് എത്തുമ്പോൾ അവർ തമ്മിൽ അടുപ്പങ്ങൾ വരിക. ഞാനിപ്പോ മാനിൽ വന്നിട്ട് 16 കൊല്ലം കഴിഞ്ഞു. ഇത് ഒരുപാട് വർഷങ്ങളിലൂടെയുള്ള അന്റമ്മക്കാരുണ്ട്. പക്ഷേ അവരൊന്നും പരസ്പരം പരിചയപ്പെടാൻ ഇട വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. ഇനി നമ്മളുടെ പ്രോഗ്രാമുകൾ നമ്മൾ ബേസ് ചെയ്ത് കൾച്ചറൽ, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കൾച്ചറൽ ഇവന്റുകൾ വേണം. അതിനോടൊപ്പം എന്താണ് നമുക്ക് നടത്താൻ പറ്റുക? ഈ പറഞ്ഞ വിദ്യാഭ്യാസം വേണം, വ്യവസായം വേണം. ആ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അവയർനെസ് ഒക്കെ കൊണ്ടുവരും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികളിപ്പോൾ മയക്കുമരുന്നും ഇതിൻ്റെ ഒരു തട്ടിലാണ്. ഇവിടെ ഒരുപാട് സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ വിൽപ്പനയും ഇതുമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉപദേശിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? നമ്മൾ അടിക്കാം അല്ലെങ്കിൽ ചീത്ത പറയാം. പുറത്ത് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. പക്ഷെ ഇതെങ്ങനെ മാറ്റാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിന് പറ്റിയ സൈക്കോളജി നമ്മൾ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എത്രയും അകലെന്ന് നമ്മുടെ എത്രയും കുഞ്ഞിക്കുടുംബം നമ്മൾ കൂടിയത്. അപ്പോൾ ഇതിന് തുടർന്നും നമ്മളെല്ലാവരും, നമ്മളിൽ വലിപ്പ ചെറുപ്പമില്ല. ഇപ്പോൾ ഇത് നടത്തി കിട്ടാനായിട്ട് ഓരോരുത്തരിപ്പോൾ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. ഇനി നാളെ ആ ടീം വരികയാണ്. ആ ടീം റൊട്ടേഷനാണ്. നമുക്കതെല്ലാം വേണം. നമുക്ക് വല്ലാതെ റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യണമൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഗുണമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആവണം. മിസ്യൂസ് ചെയ്യാതെ എത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നു അത്രയും നമുക്ക് ഗുണകരമായിരിക്കും. ബിരിയാണിയുടെ സ്മെല്ല് വന്നു തുടങ്ങി. എല്ലാവരെയും ഒരുമിച്ച് ഇതേപോലെ ഒരു സദസ്സിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ പ്രസാദ് സാറ് ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യനാണ്.
അപ്പോൾ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സാറ് പറഞ്ഞ പോലെ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഒരു 2-3 മാസമായത് മമ്മാലിക്കായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു വിപുലീകരണത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മ വന്നത്. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഇത്രയും വിപുലമായിട്ട് ഇത്രയും ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് വരാനുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അഭിമാനമായിട്ട് കണക്കാക്കുകയാണ്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഫോറാണ്. നമുക്ക് വാട്സപ്പിൽ ഏകദേശം ഒരു 100ഓളം ആളുകൾ നമ്മൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. എല്ലാത്തിനും നമുക്ക് ഒരു കേന്ദ്രമായി നമ്മൾ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണം. അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്കും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മറ്റൊരു വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ചഞ്ചൽ വാളൂർ, അദ്ദേഹത്തെ രണ്ടു വാക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഈ ഒരു കൂട്ടായ്മ ഒരു പെട്ടെന്നുണ്ടായ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ പെട്ടെന്നുണ്ടായത് അല്ലെങ്കിലും ഞാനൊക്കെ ഇതിലേക്ക് വന്നത് ഒരു വളരെ അടുത്ത കാലത്താണ്. ഇതിൻ്റെ പിന്നിൽ കുറേ നാളായി പ്രവർത്തിച്ചവരുന്നുണ്ടാവും, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ടാവും. അവരുടെയൊക്കെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോട്ടെ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഈ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഏറ്റവും അധികം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എപ്പോഴും കൂടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഓൾ ഇൻ ഓൾ കൂടിയായ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കായൻ ഒരു 2 വാക്ക് ആശംസകൾ അർപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മൾ ഇന്നിവിടെ കൂടിച്ചേർന്ന എല്ലാവരും പരസ്പരം എന്തെങ്കിലും ആശയങ്ങളോ അതോ നിർദ്ദേശങ്ങൾ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ അഭിപ്രായങ്ങളും പരിചയപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി നമുക്ക് ലേഡീസിന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ കൂട്ടായ്മ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തതിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം കുറേ ദിവസങ്ങൾ ഇങ്ങനെ വീട്ടിലടഞ്ഞു കൂടിയിരുന്ന് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങൾ തമ്മിൽ പറയുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെട്ടു, വളരെ സന്തോഷം. ഇനിയും നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്തണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് മുമ്പായിട്ട് മുന്നിട്ട് വരാം. ഓരോരോ പിന്നാലും ക്രിസ്മസ് എല്ലാം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂട്ടായ്മയുടെ ഉദ്ഘാടന ചടങ്ങും പ്രസംഗവും മറ്റു കാര്യങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം എല്ലാവരും അവരവരെ സ്വയം പരിചയപ്പെടുത്തി തുടങ്ങി. വളരെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ കൂടി NRI സുഹൃത്തുക്കളാവുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് നാട്ടിലേക്ക് എത്തുക. ഒരാൾ നാട്ടിലുണ്ടാകുമ്പോൾ അടുത്ത ആൾ ചിലപ്പോൾ നാട്ടിലുണ്ടായില്ല എന്ന് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ പരിചയം പുതുക്കാനായിട്ടും നേരിട്ട് കാണാനായിട്ടും അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു പലരും. കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും
പലരും പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ NRI സുഹൃത്തുക്കൾ വരേണ്ടതിൻ്റെയും പങ്കെടുക്കേണ്ടതിൻ്റെയൊക്കെ പ്രാധാന്യവും പലരും പറഞ്ഞു മനസ്സിലാക്കി. അന്നത്തെ ദിവസത്തേക്കായിട്ട് ഒരു സമ്മാന കൂപ്പൺ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യ വിൽപ്പനയും അപ്പം തന്നെ നടത്തുകയുണ്ടായി. ഇനിയിപ്പോ ഇവിടെ കിടന്നൊന്നും ആദ്യമായിട്ട് അല്ല, എല്ലാവർക്കും കൂടി എടുക്കാനുള്ള അവസരം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ കൈയൊന്ന് മേടിയിട്ടിടും. കുഴലമായി പന്തലിൽ വന്നാൽ തകിട തകിലടി താളമായി മാറും. മുല്ലയും പിച്ചിയും ചൂടിനീ പൂമണം പോലെ നിന്നെ മൂടും. പട്ടെടുത്ത് പൊട്ട് തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി, എന്റെ കസ്തൂരി അഴകിൻ ചുങ്കാരി കളിയാടാൻ വാ മച്ചാനെ, ഒന്നു മച്ചാനെ നിൻവി മാറത്ത് വളരാൻ മോഹം. താങ്ക് യു. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അന്നമയുടെ ആസ്ഥാന ഗായകൻ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ വാളൂരിനെ ക്ഷണിക്കുന്നു. ജനഹൃദയങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് കുഞ്ഞുമോൻ വാളൂരെന്ന കലാപ്രതിഭ അന്നമയുടെ സന്തോഷം. तमन्ना है प्यार का इरादा है और एक वादा है जानम. तमन्ना है प्यार का इरादा है और एक वादा है जानम. जो कभी हम मिले तो जमाना देगा अपने प्यार. मेरे यार, मेरे यार, तमन्ना है प्यार का इरादा है और एक वादा है जानम. जो कभी हम मिले तो जमाना देगा अपने प्यार. मेरे यार, मेरे यार, तमन्ना है प्यार का इरादा है और एक वादा है जानम. Hai Rabba, 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 Hai Rabba. हटते न छड़े भी को धीरते न छड़े भी, हटते न छड़े भी को धीरते न छड़े भी. गोरिया के तू पे फंस छड़े भी. बोल पारा कंजूरी के लो छड़े भी. बोल पारा कंजूरी के लो छड़े भी. बोल तारा. हाय रब्बा, हाय रब्बा, हाय रब्बा, हाय रब्बा, हाय रब्बा, हाय रब्बा. Hai Rabba, 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 Hai Rabba.
കണ്ണടച്ചോ. When neighbors think I'm crazy, but they don't understand. You're all I had, you're all I had. At night when the stars light up my room, I sit by myself, talking to the moon, trying to get to you. And hopes you're on the other side, talking to me too. Or am I a fool who sits alone, talking to the moon? Oh, I'm feeling like I'm famous, the talk of the town. They say I've gone mad, yeah, I've gone mad. But they don't know what I know, 'cause when the sun goes down, someone's talking back, yeah, they're talking back. Oh, and night when the stars light up my room, I sit by myself, talking to the moon, trying to get to you. In hopes you're on the other side, talking to me too. Or am I a fool who sits alone, talking to the moon? Oh, do you hear me calling? Oh, 'cause every night I'm talking to the moon. Ooh, trying to get to you. Oh, in hopes you're on the other side, talking to me too. Or am I a fool who sits alone, talking to the moon? Look, I need Mama, look at this. Oh, I know you're somewhere out there, somewhere far away. Look a woman in the slum. Yeah, baby, Asha, baby, Awasu, Damiabi, Azekata Saidi, Slatu Wasra, Onekayan be, Habibi, Yana Hamad, Atayman, the Galamana, Yana Muhammad. Thank you. അടുത്തത് ഐഷ. അമ്പലമുറ്റത്ത് മന്ദിരമല്ലൽ വന്ദിയാക്കൾ കാണാനും വന്ദിയാക്കൾ കാണാനും തുഞ്ചത്താൽ ഉണരുക തുമ്പീവ തുമ്പക്കുടത്തിലെ തുഞ്ചത്താൽ ഉണരുക ആകാശ പൊന്നാളിരകളിലായത്തിൽ തൊട്ടി വരാം ആകാശ പൊന്നാളിരകളിലായത്തിൽ തൊട്ടി വരാം തുമ്പീവ തുമ്പക്കുടത്തിലെ തുഞ്ചത്താൽ ഊനാടിടാം ആകാശ പൊന്നാളിരകളിലായത്തിൽ തൊട്ടി വരാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാത്തുറ മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാത്തുറ
പോകാവു നമുക്കിനി തുമ്പീവ തുമ്പക്കുടത്തില് തുഞ്ചത്താൽ കോലാലിടം ആകാശ പൊന്നാവിലകളിലായത്തിൽ തൊട്ടേ വരാം. താങ്ക് യു. അടുത്തത് ഒരു മോള് പാടാൻ വന്നാണ്, ഒരു അവസരം കൊടുക്കുകയാണ്. ഷക്കീറിന്റെ മോള് തന്നെയാണ്, ഇവര് വാദിച്ചാണ് പാട്ട് പാടാൻ നിന്നേക്കുന്നത് കേട്ടോ. يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا للإحسان يا حبيبي يا شافعي يا رسول الله يا أمي وحبيبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد يا رحمة للعالمين يا محمد. താങ്ക് യു. അടുത്തത് നമ്മുടെ വീണ്ടും ഷക്കീർ. زوجته إحدى عشر ثمار هو واستار خديجة فسودت وحفصة بنت عمر عائشة ورملة ميمونة صفية وهند وأمة عالية زوجته زهيرية بنت خزيمة زينب وبنت زينب أولاده فسبعة من دون أربع فزينب في الأول وأم كلثوم تلي رقية وبعدها فاطمة الحجاب يكاد ظهوره ورم القاسم أوله وعبد الله طالر وإبراهيم أذكر صلوا عليه سلموا ونذروا واحتلموا.
മദീനയിൽ ചെന്നിടുമോ അവിടെ ഹബീബിനോടെന്റെ സലാം പറഞ്ഞിടുമോ എന്നിഷ്ടം ഒന്ന് ഒഴിഞ്ഞിടുമോ പാറി നടക്കും പ്രാവുകളെ പുണ്യമദീനയിൽ ചെന്നിടുമോ അവിടെ ചെന്നിട്ട് ഹബീബിനോടെന്റെ സലാം പറഞ്ഞിടുമോ എന്നിഷ്ടം ഒന്ന് ഒഴിഞ്ഞിടുമോ മുത്ത് പിറന്നൊരു മക്കാനാട് ചുറ്റി നടന്നത് കണ്ടിടണം കഅബ ശരീഫിൻ കില്ല പിടിച്ച് ചുറ്റി തവാഫത് ചെയ്തിടണം സംസം ഇത്തിരി മുഴിഞ്ഞിടണം അഹദവനോടായി തേടിടണം अगला वा मजबूरी नु आन जान तिप सूरी नु जहर बने हा तेरी पे जावा मैं बूरी नु आना सैयो नैया या तिल बांग बांग मेरा टकराया काका पूर के दस जाए पे जावा मैं बूरी नु सारी में जवान नून लब कोई मैनू ना रोके और मेरा डोल च गई आदि तुल्हापुर की मैं हुए आ जावे दिल तेरा पूरा भी न होवे ओ बड़ी अपनैया दी तुल बात की मैं हुए आ जावे दिल तेरा पूरा भी न होवे भूल गई मजबूरी नो दुनिया दी दस दूरी नो खाब तेरा छेद तेरा पूरी गई जरूरी नो आना सही होना आया सेतवाना दिखलाया दिल हमारा से सफारा पूरी शाख फजूरी नो सारी जवान ओनू लब कोई मैनू ना रोके ओ मेरा डोल से गई आदि तुझे की मैं हुए आ जावे दिल तेरा पूरा भी ना होए കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമവരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതളം തടിതളരുന്നത് പോലെ മനസ്സുനിക്കും മിഴികളിലെ നറുമൊഴി പുഞ്ചിരി പോലെ കരളിൽ നീ പൂക്കുന്ന തളമുല്ലപ്പൂവല്ലേ പറന്നീനായി നീ മെല്ലെ കളികൊല്ലി പോകല്ലേ കൽവിന്റെ തീരത്ത് നീയെത്തും നേരത്ത് ചന്ദ്രക്കീരാവിന്റെ കൂടിയൊരുക്ക് കണ്ണത്തെ പാട്ടിന്റെ തീരുണ്ടൊരുണ്ടത്ത് കണ്ണമുതൽ കരളിയോ കൊണ്ടു നടന്ന കലയോ നീ വന്നു നീ രാവിലെ പാതിൽ തുറക്കാനോ നീ എന്റെ താനെന്ന് എന്നോടെടുക്കാലോ ഞാൻ വെള്ളിക്കുണ്ടത്ത് തേനോളം നീന്തൊക്കെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം ആദ്യമായി ഷക്കീർ അന്നമനട അവതരിപ്പിക്കുന്ന കൊച്ചു പ്രേമൻ. ആദ്യമായി നിങ്ങളെല്ലാവരും കയ്യടി ഉണ്ടാവും, എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ഇത് എന്താണ് ഷബീറ? നമ്മ പ്രൊഫഷണൽ മ്യൂസിക്കാരൊന്നും അല്ല, എന്നാലും സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കൈയടിക്കുക. ആദ്യമായിട്ട് കൊച്ചുപ്രേമനെ അനുകരിക്കുകയാണ്, മലയാള സിനിമയിലെ തന്നെ കൊച്ചുപ്രേമൻ. ഹലോ കൊച്ചുപ്രേമൻ.
എടോ അവരുടെ പോലെ വല്ല പോക്കോ ആ പ്രസിഡന്റ് പറഞ്ഞ കാര്യം കൂട്ടി കേട്ടോ. ആ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടിലെ കല്യാണം. അടുത്തായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നു നിതിൻ സുകുമാരനായി. മുൻകൂർ ജാമ്യം ആദ്യം എടുക്കട്ടെ. ആകെ സൊണ്ടൊക്കെ പോയി കിടക്കുകയാണ്. 2 മാസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നാളുകൾ മുമ്പ് സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പിന്നെ സക്കീർ പോയ സത്യം പറഞ്ഞ കുടുക്കിയിട്ടൊക്കെയാണ്. ചെറിയൊരു ഡയലോഗാണ്, അന്ന് പ്രാക്ടീസ് ചെയ്തതിന് തന്നെ. അയ്യോ പാവം, പിന്നെ നല്ലൊരു പെൺകുട്ടി വട്ടാണെന്നാ തോന്നുന്നേ, വിട്ടേ കറക്സേ. അടുത്ത സക്കീർക്ക ലാലു അലക്സിന്റെ ശബ്ദം അനുകരിക്കും. കുഞ്ഞൽക്കോയ് പേഴ്സണലായിട്ട് പറയുക, റിമിങ് ഗോവേ കമ്മയെ നന്നതണ്ടേ, ഇറ്റ് ഈസ് ഓൺലി വൺസ് പ്ലേ. മമ്മലിക്ക പ്ലീസ് കം ടു സ്റ്റേജ്. അടുത്തത് മാള അരവിന്ദൻ. നിധി. വിശേഷമേ കൊടുത്തറ മുട്ട കൊടുത്തറ. Yeah, we'll be counting stars. I say this life like a swinging wine, swing my heart across the line, and my face is flashing signs. Seek it out and ye shall find. Oh, but I'm not that old, young, but I'm not that bold. I don't think the world is sold, just doing what they're told. I feel something so right, doing the wrong thing. I feel something so wrong, doing the right thing. Thank you. ഒരു മാൻതുള്ളിൻ കൈകളിൽ അരബിൽ പൊന്നിൻ മോതിരം തങ്കക്കൊലുസിൻ ചിഞ്ചിലം അരയിലെ വെള്ളിയരഞ്ഞാനും ഇശലിൻ ചേലുകൾ പാടുമ്പോൾ കാതിൽ വിളങ്ങും ലോലാക്കോ ഒപ്പനതാളം തുള്ളുന്നു. മണവാട്ടിയാവുകയില്ലേ, മധുരങ്ങൾ നൽകുകയില്ലേ, എന്നാശക്കിളിയല്ലേ, കൽബിലെ നിധിയല്ലേ, മുഞ്ചുള്ള പെണ്ണല്ലേ,
അങ്ങനെ കലാപരിപാടികൾ അവസാനിച്ചു. അതിനുശേഷം കായിക മത്സരങ്ങളിൽ ആദ്യം കസേരയോട്ടത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കസേരയും കാര്യങ്ങളൊക്കെ വട്ടത്തിൽ റെഡിയായിട്ട് ക്രമീകരിച്ച് വെച്ചു. അതിനുശേഷം അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മാറ്റി, എന്നിട്ട് മത്സരം ആരംഭിച്ചു. ഒരു കസേര ഒഴിഞ്ഞ് അടുത്ത ഒരു കസേര മാറ്റിയിടണം ഒരു കസേര ചേഞ്ച് ചെയ്യണം കസേര. ഓക്കെ, അടുപ്പിച്ചിടണം. ഓക്കെ, ഒന്നുകൂടി അടുപ്പിച്ചിട്ട് റിട്ടേൺ തിരിഞ്ഞോ, കുഴപ്പമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇനി നടക്കും ഇങ്ങോട്ട്. തിരിഞ്ഞിരുത്തില്ല. നടക്കട്ടെ. ആണുങ്ങളൊക്കെ കൈയടിച്ചു കൊടുക്കുക. മാമരയിൽ നിന്ന് ഒരാൾ ഔട്ടായിട്ടുണ്ട്. ആകെ 3 ആളുള്ളൂ മാമരയിൽ. ഒരാൾ ഔട്ടായിട്ടുണ്ട്. ഇനി ഫസ്റ്റും സെക്കൻഡും തേർഡ് സമാനമില്ല. ഫസ്റ്റും സെക്കൻഡും ഉള്ളൂ. ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ പൊന്നെ, കൊരക്ക് പറ്റി, എന്നാലും കുഴപ്പമില്ല. കുഞ്ഞിന്റെ വൈഫ് എന്തോ കാണിക്കണ്ടാ. നീ എങ്ങനെ വെച്ചാലും ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. നൗഷാദ് സ്പീഡ് ഔട്ട്.
കസേരയോട്ടം കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ചായ വന്നു, ചായയോടൊപ്പം കടികളും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചായയൊക്കെ വിളമ്പി ഓരോരുത്തരായിട്ട് ചായയൊക്കെ എടുത്ത് കൊടുത്തു. ചായയൊക്കെ എല്ലാവരും എടുത്ത് കുടിച്ചു. അതോടൊപ്പം ചെറുകടികളും, പഴംപൊരി, വട, അതുപോലെ മറ്റുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു അന്ന്. പഴംപൊരിയൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിതരണം ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം വീണ്ടും അടുത്ത കലാപരിപാടി, കായിക മത്സരം, കസേരയോട്ടം തന്നെ കുട്ടികളുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബ്രേക്കിന് ശേഷം വീണ്ടും പരിപാടികളിലേക്ക് പോകാം. ഓക്കെ ആരാജിരുന്നേ ഓക്കെ പെരുന്നാട്ടെ സ്പീഡോട് അപ്പുറത്ത് ഓക്കെ നോ പ്രോബ്ലം നെക്സ്റ്റ് ടൈം. അപ്പൊ നീ വർക്ക് ഞാൻ കഴിഞ്ഞു ഓക്കെ നോ പ്രോബ്ലം ഓക്കെ വെരി ഗുഡ് അടുത്ത് കമോൺ രണ്ടു ആളുകളല്ലേ ആ പ്രകാരം മുമ്പ് ഉണ്ടാവും. നീ ബാക്കി വന്നില്ല അത് ബാക്കി. ഓക്കെ നോ പ്രോബ്ലം. സ്ത്രീകളുടെയും കുട്ടികളുടെയും കസേരയോട്ടം കഴിഞ്ഞപ്പോൾ വാശിയേറിയ അടുത്ത മത്സരം പുരുഷന്മാരുടെ കസേരയോട്ടം.
പ്രായമൊക്കെ വെറും നമ്പറാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഓരോരോ പ്രകടനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് പഴച്ചു. എല്ലാവരും പറഞ്ഞു അതൊരു ട്രയലായിരുന്നു എന്ന്. അങ്ങനെ വീണ്ടും കസേരയൊക്കെ റെഡിയാക്കി ആളെണ്ണത്തിന് കറക്റ്റാക്കി വെച്ച് ഒരെണ്ണമൊക്കെ കുറച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മത്സരം, വാശിയേറിയ മത്സരം തുടങ്ങി. വാശിയേറിയ മത്സരത്തിന് അവസാനം 3 പേരിലേക്ക് ചുരുങ്ങി. അവിടെ നിന്നും 2 പേരിലേക്ക്. ഇനി വിജയി ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള ലാസ്റ്റ് റൗണ്ട്. അങ്ങനെ വാളുകാരുണ്ട്. ഇത് വള്ളക്കൊതിയാണ്. വാളുകാർ മൊത്തം നല്ല കൊതിയാ.
അതെ, നമസ്കാരം. ഒരു മിനിറ്റ് ഉള്ളൂ, ഇനി ഒരു മിനിറ്റ് കളിക്കാം. അതെല്ലാം തുടങ്ങി നിങ്ങളുടെ പേര് ടോസ് ഇട്ടോ. എനിയാവും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഉണ്ട്. ഒരു മിനിറ്റ് കൂടി കളിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. അങ്ങനെ മാമ്പ്രക്കാര് ജയിച്ചിരിക്കുന്നു. ആവേശകരമായിട്ടുള്ള ഷൂട്ടൗട്ട് മത്സരവും വടംവലി മത്സരവും അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആറ് പേര് എഴുതി. ഞാനാണ് പക്ഷേ